നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സ്നേഹമുള്ളവരെ, ഈ ബലി അർപ്പിക്കാൻ നമ്മളാരും യോഗ്യരല്ല. ദൈവത്തിൻ്റെ വലിയ കരുണ നമുക്ക് ഓരോരുത്തർക്കും യാചിച്ചുകൊണ്ട് ഈ ബലി അർപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരെയും നമുക്കൊന്ന് ഒരുക്കാം. പൊതു കുമ്പസാരവും പൊതു പാപമോചനവുമാണ് ഇപ്പോൾ നടക്കുന്നത്. സഹോദരി സഹോദരന്മാരെ, ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. യഥാർത്ഥമായ അനുതാപത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് അവിടത്തോട് യാചിക്കാം. കർത്താവേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ശ്രമിക്കാം. അങ്ങയോട് ഏറ്റുപറയുന്നവരുടെ പാപങ്ങൾ ഓർക്കുകയും അങ്ങയുടെ കരുണാർദ്ര സ്നേഹത്തിൽ അങ്ങയുടെ പാപമോചനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിൻ്റെ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മൾ ചെയ്തു എല്ലാ പാപങ്ങളും ഓർത്ത് അനുദപിക്കാം. അനുതാപ പ്രകടനം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാണ് ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യജനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം, കരുണയുള്ള പിതാവായ ദൈവം തൻ്റെ പുത്രന്റെ മരണവും ഉത്ഥാനവും വഴി ലോകത്തെ തന്നോട് ലഭ്യതപ്പെടുത്തുകയും പാപങ്ങളുടെ മോചനത്തിനായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിൽ അയക്കുകയും ചെയ്തു. തിരുസഭയുടെ ശുശ്രൂഷയിലൂടെ ദൈവം നിങ്ങൾക്ക് പാപമോചനവും ശാന്തിയും നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ സ്മരണയ്ക്കായി നമ്മുടെ മേൽ തളിക്കാനുള്ള സൃഷ്ടിയായ ഈ ജനം ആശീർവദിക്കുമെന്ന് കർത്താവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ നിത്യനുമായ ദൈവം, ജീവന്റെ ഉറവയും ശുദ്ധീകരണത്തിന്റെ ആദിരൂപവുമായ ജലം ഞങ്ങളുടെ മാനസങ്ങൾ ശുദ്ധീകരിക്കാനും നിത്യജീവന്റെ ദാനം സ്വീകരിക്കുവാനും അങ്ങ് തിരുവുള്ളതായിരുന്നു. കർത്താവേ, അങ്ങ് കനിഞ്ഞ് ഈ ജലം ആശീർവദിച്ചാണ്. ഈ ജലം വഴി അങ്ങേ കൃപാവരത്തിന്റെ സജീവമായ നീരുറവ ഞങ്ങളിൽ നവീകരിക്കുവാൻ ആത്മശരീരങ്ങൾക്ക് നേരിടാവുന്ന സകല തിന്മകളിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരാകുവാനും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കണമേ. സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേട്ടപേക്ഷിക്കുന്നു. അങ്ങയുടെ സൃഷ്ടിയായ ഈ ഉപ്പ് അങ്ങേ കാരുണ്യത്താൽ ആശീർവദിക്കുക. ജലത്തിന്റെ മാലിന്യം നീക്കം ചെയ്യാൻ ജലത്തിൽ ഉപ്പ് കലർത്തുക എലീശ പ്രവാചകൻ വഴി അങ്ങ് കൽപ്പിച്ചു. കർത്താവേ, ഉപ്പിന്റെയും ജലത്തിന്റെയും ഈ മിശ്രിതം തളിക്കപ്പെടുന്ന സ്ഥലത്തു നിന്നെല്ലാം ശത്രുവായ പിശാചിന്റെ എല്ലാ ആക്രമണങ്ങളും ദൂരെയെത്താനും അങ്ങേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളെ നിരന്തരം കാത്തുപാലിക്കുവാനും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ.
കർത്താവേ, ഹീസോപ്പ് കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ ശുദ്ധീകരിക്കപ്പെടും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാണ്. നമുക്കൊന്നു ചേർന്ന് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർമ്മലമായ ഹൃദയം നൽകണേ എന്ന് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Please do it.
കന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളെ അങ്ങ് സഹായിക്കുകയും സകല അപകടങ്ങളിൽ നിന്നും വിമുക്തരായി സമാധാനത്തിൽ സന്തോഷിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി നയിക്കട്ടെ. എന്നതും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. നീ ദുഷ്ടന് മുന്നറിയിപ്പ് നൽകാതിരുന്നാൽ അവന്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കുന്നു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് നാമക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എന്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എന്നെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ട, നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തന്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവന്റെ രക്തത്തിൽ ഞാൻ നിന്നോട് പകരം ചോദിക്കും. ദുഷ്ടനോട് തന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തന്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വഴി നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം. നമ്മുടെ ശിരയെ സന്തോഷപൂർവ്വം പാടിപ്പെടുത്താം. കൃതജ്ഞതാസ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ ഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വഴി നമുക്ക് കൂപ്പിട്ടാരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുന്നിൽ കൊടുക്കാം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടെ ചെയ്യുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന ആചരണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മീനുമായി മരുഭൂമിയിലെ മാസായി ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്.
യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവന് മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2 or 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1 or 2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോകുക. അവൻ അവരെ അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെ പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ഇന്നത്തെ 2ാമത്തെ വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. വചനം നമ്മളോട് പറയുന്നത് സഹോദരനെ സ്നേഹിക്കാൻ, അയൽക്കാരനെ സ്നേഹിക്കാൻ. വചനം പറയുന്ന സഹോദരനെ പരസ്പരം സ്നേഹിക്കുന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹ വലയത്തിൽ നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ട്. വചനം നമ്മളെ ഓരോരുത്തരെയും ക്ഷമിക്കുകയാണ്. നമ്മുടെ സ്നേഹ വലയത്തിൽ എല്ലാവരും ഉൾക്കൊള്ളും. ആരെങ്കിലും നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി നമ്മുടെ സ്നേഹ വലയത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇന്നത്തെ റോമാക്കാർക്ക് എഴുതിയ 2ാം ലേഖനത്തിൽ നിന്നുള്ള 2ാം വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് സ്വയം ചിന്തിക്കാം, ആരാണ് എൻ്റെ അയൽക്കാരൻ? ആരെയൊക്കെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത്? ഈശോ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വീട്ടിലുള്ളവരെ മാത്രം സ്നേഹിച്ചാൽ അതിനെന്താ പ്രത്യേകത? നിന്റെ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മാതാവിനെയും പിതാവിനെയും മക്കളെയും മാത്രം സ്നേഹിച്ചാൽ അതിലെന്താ പ്രത്യേകത? മൃഗങ്ങളെ പോലും ചെയ്യുന്നത്, വിജാതിയെ പോലും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നിന്റെ സ്നേഹ വലയം വലുതാകണം എന്നാണ് ക്രിസ്തു ഇന്നത്തെ വചനത്തിലൂടെ, ഇന്നത്തെ 2ാമത്തെ വായനയിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചാൽ, ആരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ആരെയും സ്നേഹിക്കാതിരിക്കാൻ പാടില്ല എന്നാണ് വചനം നമുക്ക് നൽകുന്ന ഉത്തരം. എല്ലാവരും എൻ്റെ അയൽക്കാരൻ, എല്ലാവരും എൻ്റെ അയൽക്കാരനാണ് എന്നുള്ള ചിന്തയാണ്. ചിലപ്പോൾ അവൻ ഹിന്ദുവാണ്, ചിലപ്പോൾ മുസൽമാനാണ്, പക്ഷേ അവൻ എൻ്റെ അയൽക്കാരനാണ്. നീ ക്രിസ്ത്യാനിയെ സ്നേഹിക്കാനല്ല പറഞ്ഞത്, നീ ഹിന്ദുവിനെ സ്നേഹിക്കാനല്ല പറഞ്ഞത്, നീ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ 2ാമത്തെ വായനയിലെ സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. അയൽക്കാരനെ സ്നേഹിക്കാം. നമ്മുടെ സ്നേഹവലയങ്ങൾ വലുതാകട്ടെ. വീടിൻ്റെ തൊട്ടടുത്തുള്ളവർ മാത്രമല്ല അയൽക്കാരൻ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നമ്മൾ കണ്ടുമുട്ടുന്നവരൊക്കെ നമ്മുടെ അയൽക്കാരാണ്. അവരൊക്കെ സ്നേഹിക്കാനാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിട്ടുള്ളത് എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 2ാമതായി, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനെ മാത്രമായിരിക്കും ആ തെറ്റ് ബോധ്യപ്പെടുത്തിക്കൊണ്ട്. സുവിശേഷം നമ്മളോട് പറയുന്നത്, നിന്റെ മനസ്സിൽ പ്രതികാര ചിന്തകൾ, വിദ്വേഷ വൈരാഗ്യങ്ങൾ വളർത്തരുത് എന്നാണ്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റ് സ്വാഭാവികമാണ്, തെറ്റ് ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കും തെറ്റ് സംഭവിക്കാം.
സഹോദരനാണ് തെറ്റുപറ്റിയതെങ്കിൽ അവനോട് ക്ഷമിക്കണം. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവനോ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പോയി സംസാരിക്കുക, തിരുത്തുക. 2, 1-2 സാക്ഷികളെ കൊണ്ടുപോയി സംസാരിക്കുക. ഇനി പറ്റുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ, സമൂഹത്തിൽ എന്ന് പറഞ്ഞ് സമൂഹത്തിന്റെ ഇടപെടലോട് പറയുക. പിന്നെ പറയുന്നത്, അവസാനം പറയുന്നത്, അവൻ നിനക്ക് അവരെയൊന്നും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നിനക്ക് വിജാതിയെ പോലെ ചുങ്കക്കാരനെ പോലെ പറയുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു. വിജാതിയെയും ചുങ്കക്കാരെയൊക്കെ സ്നേഹിച്ച ക്രിസ്തു ഇനി നീ അവരെ തള്ളിക്കളയാനല്ല പറയുന്നത്. അവരെ സ്നേഹിച്ച ക്രിസ്തു അവരെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞാൽ തീർത്തും ഉപേക്ഷിക്കാനല്ല പറയുക. തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഇന്നത്തെ വചനത്തിലെ 2ാമത്തെ സന്ദേശം, നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷ വൈരാഗ്യങ്ങളുണ്ടോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നവരാണ്. നമ്മൾ വിദ്വേഷ വൈരാഗ്യങ്ങളുമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മൾ 8 നോമ്പിലൂടെ കടന്നു പോകുക. നമ്മൾ പലതും ചിലപ്പോൾ 8 നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാകും ചില പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി. നമ്മൾ ആരോടെങ്കിലും വിദ്വേഷ വൈരാഗ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാകും. നമ്മൾ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഈ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെന്ന് തോന്നിയാൽ, വിഷമുണ്ടെന്ന് തോന്നിയാൽ ദൈവസ്തു ബലിപീഠത്തിൽ വെച്ചിട്ട് അവനുമായിട്ട് ബലിയർപ്പിടാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്നേഹിതരെ, നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാകണമെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ നമുക്കാകണം. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നമ്മൾ ഒരുങ്ങുക, അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം പുരുഷന്റെ മഹത്വീകരണ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ഇങ്ങനെ ഒരുങ്ങുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് മാത്രം അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ആരോടൊക്കെയോ നമ്മുടെ മനസ്സിൽ വിദ്വേഷം വരാറുണ്ട്. ചിലരെ നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റാറില്ല. ചിലരടുത്ത് വന്നാൽ നമ്മൾ ഒഴിഞ്ഞു മാറും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലരെ നമ്മുടെ സ്നേഹവായത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ചിലരോട് നമുക്ക് വിദ്വേഷ വൈരാഗ്യങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വചനം നമ്മളോട് ആവശ്യപ്പെടുക, നീ നിന്റെ മനസ്സിലുള്ള വിദ്വേഷ വൈരാഗ്യങ്ങൾ മാറ്റിവെക്കണം എന്ന് ഓർക്കുക. നമ്മുടെ മനസ്സിൽ വിദ്വേഷ വൈരാഗ്യം വെച്ച് പുലർത്തിയാൽ ആരോടാണ് നമ്മൾ വിദ്വേഷ വൈരാഗ്യങ്ങൾ വയ്ക്കുന്നത്? അവർക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ വിദ്വേഷ വൈരാഗ്യങ്ങൾ രോഗമായിട്ട് മാറും, മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് മാറും. കുഴപ്പം മുഴുവൻ നമുക്കാണ്. അപ്പൊ അതുകൊണ്ട് വിദ്വേഷ വൈരാഗ്യങ്ങളില്ലാത്ത, പ്രതികാര ചിന്തകളില്ലാതെ ചിന്തിക്കാനാണ് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത്. മുൻപ് ഓർക്കുകയാണ്, നമ്മുടെ മോഹൻലാലും സുകുമാർ അഴീക്കോട് നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കര വഴക്കലാണ്. സുകുമാർ അഴീക്കോടിന് വളരെ ഗുരുതരമായ ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ വഴക്ക് അവസാനിച്ചു. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് വഴക്ക് അവസാനിച്ചത്? ഈ ജീവിതത്തില്, ഈ ലോക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഈ വഴക്കുകൾ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. വരാനിരിക്കുന്ന ലോകത്തില് വഴക്കുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വചനം പറഞ്ഞു വെച്ചത്, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. എന്തൊക്കെ നമ്മൾ ഏതൊക്കെ സഹോദരനായിട്ട് നമ്മൾ വിദ്വേഷ വൈരാഗ്യങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ടോ അതൊക്കെ സ്വർഗത്തിലുണ്ടാവും. എവിടെയൊക്കെ നമ്മൾ അഴിച്ചിട്ടുണ്ടോ, ഏതൊക്കെ സഹോദരങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ടോ, പുറത്തിട്ടുണ്ടോ, അവരോടുള്ള വിദ്വേഷ വൈരാഗ്യങ്ങൾ അഴിച്ചിട്ടുണ്ടോ, അതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കുമെന്നാണ് വചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റും. നമ്മുടെ സഹോദരങ്ങൾ ഒന്ന് ചിരിച്ചാൽ മതി, വഴക്ക് തീർന്നു. നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് വഴക്കുണ്ടെങ്കിൽ ഒന്ന് ഒരു ഫോൺ കോൾ മതി. ഇതിന് വാട്സപ്പിലെ ഒരു മെസ്സേജ്, ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കിട്ടാൻ മതി. നമ്മുടെ വഴക്കുകൾ. പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ കനത്ത കോണുകളിൽ ചില പേരുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ചില വ്യക്തികളുടെ പേരുകൾ, പൊറുക്കാനാകാത്ത ചില വ്യക്തികളുടെ പേരുകൾ. അതാണ് ഇന്നത്തെ പ്രതിഫലന സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കുന്നത്. പലരോട് നമ്മൾ ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുക. ചിലപ്പോൾ അയൽക്കാരോടായിരിക്കും, ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരോടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രതികാരത്തിന് ചില പേരുകളുണ്ട്. ആ പേരുകൾ നീ മായ്ച്ചു കളയണമെന്നാണ് ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിലാണ് സ്വർഗത്തില് നമുക്ക് ഒരിടമുണ്ടാകുക എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായി, ഭൂമിയിൽ നിങ്ങൾ 2 പേര് യോജിച്ച് ചോദിക്കുന്നതിനാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് വേണ്ടത് 2 പേര് വേണമെന്ന് പറഞ്ഞു. ഒരാൾ ചോദിച്ചിട്ട് കാര്യമില്ല, 2 പേര് ചേർന്ന് ചോദിച്ചാൽ
പ്രാർത്ഥന സ്വീകാര്യമാകുകയുള്ളൂ. ആരാണ് രണ്ടാമതാണ് നീ വേദനിപ്പിച്ചവരാണ് നിന്നെ വേദനിപ്പിച്ചവരാണ്. ആ രണ്ടാമത്തെ ആളുകൾ നിന്റെ പ്രാർത്ഥനയിലേക്ക് പങ്കുചേരുമ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, നമ്മൾ 8 നോമ്പെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ തിരുനാളിന് മുഴുവൻ നമ്മൾ നവനാളിൽ പങ്കെടുക്കുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു. പക്ഷേ മനസ്സിൽ ഒരു വ്യക്തിയോട് വിദ്വേഷമുണ്ട്, വൈരാഗ്യമുണ്ട്. അത് പള്ളിയിൽ വരുമ്പോൾ പോലും ചിലപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് ആ വ്യക്തിയോട് കൂടി ചേർന്ന് ഈ പ്രാർത്ഥിക്കുമ്പോഴാണ് നിനക്ക് നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ചിലതിനെ സ്വീകാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയിൽ സ്വാർത്ഥതകൾ പാടില്ല. ഒറ്റയ്ക്കെല്ലാം പ്രാർത്ഥിക്കേണ്ടത്. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടില്ല എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നത്. രണ്ടാമൻ ആ രണ്ടാമൻ നീ വേദനിപ്പിച്ചവരാകാം, നിന്നെ വേദനിപ്പിച്ചവരാകാം. അങ്ങനെ ഇന്ന് നമുക്ക് പറഞ്ഞു ചൊവ്വാഴ്ച നമ്മൾ പരിശുദ്ധമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കാം. നമ്മൾ ഒരുപാട് നിയോഗങ്ങൾ 8 നോമ്പെടുത്ത് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ചില വ്യക്തികളോട് കനത്ത ദേഷ്യമുണ്ട്, വിദ്വേഷമുണ്ട്, വൈരാഗ്യമുണ്ട്. ഇന്ന് ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ അവരോടൊന്ന് ക്ഷമിക്കാൻ നമുക്ക് ആരംഭിക്കാം, അവരോടൊന്ന് പോർക്കാൻ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ 8 നോമ്പിൽ നമ്മൾ ചോദിച്ചാൽ എത്ര നിയോഗമാകട്ടെ അത് ദൈവം സാധിച്ചു തരും. സ്നേഹം പറഞ്ഞവരെ മെച്ചപ്പാടുന്ന കാര്യങ്ങളാണ് പൗലോസ്ലീഹ പറയുകയാണ്, അയൽക്കാരൻ സ്നേഹിക്കുക. അതിനപ്പുറത്ത് നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിന്റെ സ്നേഹം അതേപോലെ വലുതാണ്. ആരാണ് അയൽക്കാരെന്ന് ചോദിച്ചാൽ കണ്ടുമുട്ടുന്നവരൊക്കെ നിന്റെ അയൽക്കാരൻ. ഒരാളെ പോലും നിന്റെ സ്നേഹവാലയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ല. 2 പ്രതികാര ചിന്ത, വിദ്വേഷ വൈരാഗ്യങ്ങൾ. നമ്മളൊക്കെ മനുഷ്യരാണ്. വേദനിപ്പിച്ചവരുണ്ട്, നമ്മളെ വേദനിപ്പിച്ചവരുണ്ട്. ആരോടെങ്കിലും ഒക്കെ അനുദിന ജീവിതത്തിൽ ചെറിയ വിദ്വേഷമോ വൈരാഗ്യമോ വേദനയൊക്കെ ഉണ്ടാകും. അത് മാറ്റുമ്പോൾ മാത്രമാണ് നിനക്ക് സ്വർഗത്തിൽ ഒരിടം കിട്ടുക. മൂന്നാമതായി പങ്കുവച്ചത്, പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റക്ക് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നീ സമൂഹത്തിലായിരുന്നു പ്രാർത്ഥിക്കണം. നിന്റെ കൂടെ രണ്ടാമനുണ്ടാവില്ല. 2 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥന സ്വീകാര്യമാകും. രണ്ടാമൻ നീ വേദനിപ്പിച്ചവനാണ്, നിന്നെ വേദനിപ്പിച്ചവനാണ്. അവൻ കൂടി നിന്റെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരട്ടെ. ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം, നീ വേദനിപ്പിച്ചവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവത്തിരുസന്നിധിയിൽ സ്വീകാര്യമായി മാറട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം ഒന്നിച്ചേർന്ന് പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ നാട്ടിൽ സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയുടെ ഏകനുമാണ്. അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാക്കുകയും കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത് പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. ഈ ലോകത്തിന്റെ ഫലവിധ നിയന്ത്രണങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴെല്ലാം അങ്ങേ ഗ്രാമത്തെ സംരക്ഷിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹപിതാവേ, അങ്ങയുടെ വലിയ കാര്യങ്ങൾ വിളിച്ചറിഞ്ഞ് ഞങ്ങൾ നന്ദിയോടെ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യപുരോഹിതനായ യേശുനാഥ, അങ്ങയുടെ എല്ലാ സമർപ്പിത ശ്രേഷ്ഠതയും വിശിഷ്യ ഞങ്ങളുടെ രോഗവികാരി ശിശുവിനെ ഈ ബലിയിൽ ഞങ്ങൾ പൊതുജേർന്ന് സമർപ്പിക്കുന്നു. നാഥ, അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്യമങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും അങ്ങ് കൂടെയുണ്ടാകുന്നു. ഈശോയെ, ഈ ഇടവക ജനങ്ങളെ ഒരുമിച്ച് കുരിശിൻ ചുവട്ടിലൂടെ മുന്നോട്ട് നയിക്കുവാനുള്ള ഭാവന നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹിതയായ നാഥ, അങ്ങയുടെ അമ്മയുടെ ജനനത്തിൽ നാളെയൊരുക്കുന്ന ഞങ്ങളുടെ ഇടവക കുടുംബങ്ങളെ ബഹുമാനപ്പെട്ട ശുചിത്വം ചേർന്ന് സമർപ്പിക്കുന്നു. നാഥ, അങ്ങയുടെ ലോകത്തിന്റെ അമ്മയായ മറിയത്തിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ യാചനകളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന യേശുദേവ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ഒഴിഞ്ഞിരിക്കുന്ന അസ്വാരസ്യങ്ങളും പരിഭവങ്ങളും നീക്കി ഞങ്ങളെ അവിടുത്തെ സ്നേഹം കളിച്ച് ഐക്യപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ യേശുനാഥ, അവരുടെ മാനസാന്തരത്തിൽ എന്റെ പങ്കിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ ഇന്ന് ഞങ്ങൾ ശ്രമിക്കുമ്പോൾ വഴിതെറ്റിയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അനുദമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഭാവന നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ യേശുവേ, വയോജനങ്ങളെ രോഗികളായ ഞങ്ങളുടെ സഹോദരങ്ങളെയും ഈ ബലികളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ അങ്ങ് ആശ്വാസവും സൗഖ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഇവിടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും കോർത്ത് സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അങ്ങ് കനിവാർന്ന് ശ്രവിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടേ.
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് അനുരഞ്ജനത്തിന്റെയും സ്തുതിയുടെയും ഈ കാണിക്കകൾ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അങ്ങേക്ക് പ്രീതികരമായ വിശുദ്ധ ബലിവസ്തുവായി ഞങ്ങളെ തന്നെ കാഴ്ചവെക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടി ഹൃദയങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ വണക്കം ആചരിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശു ക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. ആകയാൽ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങേ ആരാധിച്ചുകൊണ്ട് നവ്യഗാനം ആലപിക്കുന്നു. ഞങ്ങളും മാലാഖമാരുടെ സർവ സൈന്യങ്ങളെടുത്ത് അവിരാമം ഉദ്ഘോഷിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായിരുന്നു സത്യമായി പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാണ്. അങ്ങനെ ഞങ്ങൾ കാണുക ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിന്, അങ്ങ് പരിചയമാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്നതിലൂടെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയോടും ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് പുത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവ മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് എത്തിച്ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നു. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു നിങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയോ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പരസ്പരം സമാധാനം ആശംസിക്കും. Thank you.
ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവർ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കുന്നത്. ഒരു ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യതയില്ല. ഒരു വാക്ക് ചൊരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സ്വതന്ത്രമാക്കി.
കാരുണ്യവാനായ ദൈവമേ, ഈ സ്വർഗീയ ഭോജനത്താൽ പരിപോഷിതനായ ഞങ്ങളെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയാൽ നിർമ്മലമായ ജീവിത ശൈലിയിലൂടെ അങ്ങയെ ശുശ്രൂഷിക്കുവാനും ഈ അമ്മയോട് കൂടെ ആത്മാർത്ഥമായ സ്തുതികളാൽ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ഇന്ന് ഈ ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത് ഇന്നലെ പള്ളിയും പരിസരവും വൃത്തിയാക്കിയത് 13-ാം നമ്പർ സെയിൻറ്റ് ജോർജ് യൂണിറ്റും 14-ാം നമ്പർ ജ്യോതിർ ഭവൻ യൂണിറ്റും ഒരുമിച്ചാണ്. ഒരു ആത്മാർത്ഥമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ വന്ന് പള്ളി മുഴുവൻ അടിച്ച് കഴുകി വൃത്തിയാക്കി പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. മറ്റ് കുടുംബ യൂണിറ്റുകാർ കുറേ പേരൊക്കെ ചില ദിവസങ്ങളിൽ കാണിക്കാൻ പറ്റാറുണ്ട്. തീർച്ചയായിട്ടും ഈ 13-ാം നമ്പറും 14-ാം നമ്പർ കുടുംബ യൂണിറ്റ് കാണിച്ച മാതൃക വലുതാണ്. പ്രത്യേകം അവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ദിവ്യബലിക്ക് നേതൃത്വം നൽകേണ്ടത് 1-ാം നമ്പർ ഹോളി ക്രോസ് കുടുംബ യൂണിറ്റിലെ അംഗങ്ങളാണ്. ഇന്നലെ ടീച്ചേഴ്സ് ഡേ ആയിരുന്നു. നമ്മുടെ ഇടവകയിൽ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ ആദരിക്കാൻ ഒരു ദിവസം മാറ്റി വെക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ പള്ളിയിരിക്കുന്ന ഈ 1-ാം വാർഡ് കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് നമുക്കത് അവരെ ആദരിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച 8 മണിക്കുള്ള കുർബാനയിൽ നമ്മുടെ ഇടവകയിലെ എല്ലാ ടീച്ചർമാരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കുർബാനയ്ക്ക് ശേഷം എല്ലാ ടീച്ചർമാരെയും ആദരിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 47 ടീച്ചർമാർ നമ്മുടെ ഇടവകയിലുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെ നമുക്ക് മറക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവർ പകർന്നു തന്ന അറിവ്, അല്ലെങ്കിൽ കാണിച്ചു തന്ന മാതൃക, പരിശീലനമാണ് നമ്മളെ ഇന്ന് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ പ്രകാരമൊക്കെ എത്തിച്ചേരാൻ നമുക്ക് ഇടവന്നത്. അതുകൊണ്ട് നമ്മുടെ ഇടവക മുൻകൈ എടുത്ത എല്ലാ ടീച്ചർമാരെയും ആദരിക്കുന്നു. അടുത്ത ഞായറാഴ്ച 2ാമത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകേണ്ടത് നമ്മുടെ ഇടവകയിലെ എല്ലാ ടീച്ചർമാരും ചേർന്നാണ്. വായനയും വിശ്വാസികളുടെ പ്രാർത്ഥനയും കാഴ്ച സമർപ്പണവും നടത്തേണ്ടത് ടീച്ചർമാരായിരിക്കും എന്ന് അറിയിക്കുകയാണ്. പരമാവധി എല്ലാ ടീച്ചർമാരും അടുത്ത ഞായറാഴ്ച 8 മണിക്കുള്ള കുർബാനയ്ക്ക് എത്തിച്ചേരണം എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സെപ്റ്റംബർ 1 മുതൽ പരിശുദ്ധാത്മയുടെ ജനനത്തിരുനാളിനൊരുക്കമായുള്ള 8 നോമ്പ് പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മയുടെ ജനനത്തിരുനാൾ സെപ്റ്റംബർ 8-ാം തീയതി ചൊവ്വാഴ്ച. ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് പരിശുദ്ധാത്മ ജനിച്ചത് വെളുപ്പിന് 3 മണിക്കാണ് എന്നാണ് പാരമ്പര്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവാലയത്തിൽ വെളുപ്പിന് 3 മണിക്ക് സെപ്റ്റംബർ 8-ാം തീയതി ചൊവ്വാഴ്ച വെളുപ്പിന് 3 മണിക്ക് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. എല്ലാവരും വരണമെന്നൊന്നും അച്ഛൻ പറയുന്നില്ല. പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ നമ്മൾ വെളുപ്പിന് 3 മണിക്ക് തന്നെ ആരംഭിക്കും. പരിശുദ്ധാത്മ ജനിച്ച അതേ സമയത്ത് തന്നെ നമ്മൾ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള പ്രാർത്ഥന, ജപമാല, കരുണക്കൊന്ത, പരിശുദ്ധമായ രക്തക്കണ്ണീരിൻ്റെ ജപമാല, അങ്ങനെ പ്രാർത്ഥനകൾ 3 മണി മുതൽ 6 മണി വരെ നമ്മുടെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധന സ്തുതിപ്പുള്ള പ്രാർത്ഥനകളുമായിരിക്കും. 6 മണിക്കായിരിക്കും ചൊവ്വാഴ്ച പരിശുദ്ധ കുർബാന എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് കുർബാന 6:30-ക്കാണ്. എന്നാൽ സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ 6 മണിക്കായിരിക്കും അന്നത്തെ ദിവ്യബലി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുർബാനയ്ക്ക് ശേഷം 8 നോമ്പ് പ്രാർത്ഥനയുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ ജന്മദിന കേക്ക് നമ്മൾ മുറിക്കും. അതുപോലെ പൂമുടൽ നേർച്ച, നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാളിനോടനുബന്ധിച്ച് സാധാരണ പള്ളികളൊക്കെ നടത്തുന്ന ഒരു നേർച്ചയാണ് പൂമുടൽ നേർച്ച. നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം താഴെ ഇറക്കി വെച്ച് പൂകൊണ്ട് മൂടുന്നതാണ് ആ നേർച്ചയിൽ. നമ്മൾ ചിലപ്പോൾ ഇടുന്ന നമ്മൾ കുറച്ചൊക്കെ ആയിരിക്കാം, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പൂക്കളായിരിക്കും കൂടുന്നത്. നമ്മുടെ ഇടവകക്കാർ മുഴുവൻ വന്ന് ആ പൂക്കൾ സമർപ്പിക്കുമ്പോൾ മാതാവിനെ മൂടുന്ന രീതിയിൽ
പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, നമുക്കൊക്കെ എല്ലാവർക്കും പോയി പോകാനുള്ള സൗകര്യം ഉണ്ടാകില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പം അതുകൊണ്ട് പള്ളിയിൽ നിന്ന് തന്നെ നമ്മൾ പൂ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പൂ വാങ്ങിക്കും, ഇവിടെ പൂ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. നമുക്ക് മാതാവിനെ നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ എത്ര പൂ വേണമെങ്കിലും നോക്കിയിട്ട് മാതാവിനെ നേർച്ച നടത്താവുന്നതാണ്. പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. രാവിലെ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പൂമുടൽ നേർച്ച തുടങ്ങും. രാത്രി 8 മണി വരെ സൗകര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരിക. തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും സമയത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരിക, ഈ നേർച്ച ഒന്ന് നടത്തുക. നമ്മുടെ ഇടവകയിൽ എല്ലാവരും വന്ന് രാത്രി 8 മണി വരെ സമയമുണ്ട്. ഏതെങ്കിലും സമയത്ത് വന്ന് നമ്മൾ നേർച്ച നമ്മുടെ കുടുംബാംഗങ്ങളെ കൊണ്ട് നടത്താമെന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നമുക്കറിയാവുന്നതുപോലെ പൈസയ്ക്ക് ഇത്തിരി ടൈറ്റുണ്ട്. ആർക്കെങ്കിലും ഈ പൂവ് ഇത്തിരി അധികം പൂവ് വേണം, പൂവ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഒരാളാകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളത് പൂവായി വാങ്ങിക്കാൻ തരാനുള്ളത് 100 രൂപയായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തരാം. ആർക്കെങ്കിലുമൊക്കെ പൂ വാങ്ങിക്കാനായിട്ട് പൈസ തരാൻ അച്ഛൻ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏൽപ്പിക്കാവുന്നതാണ്. അതുപോലെ പരിശുദ്ധമ്മയുടെ ജനനത്തിരുന്നാളോടനുബന്ധിച്ച് മുറിക്കുന്ന കേക്ക് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ചൊവ്വാഴ്ച 8-ാം തീയതി വെളുപ്പിന് 3 മണി മുതൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. 3 മണിക്ക് തന്നെ വരണമെന്ന് വെച്ചാൽ പറയുന്നില്ല. 3 മണിക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് 6 മണിക്ക് കുർബാന, അതിനുശേഷം നമ്മൾ ഈ 8 നോമ്പ് പ്രാർത്ഥന, കേക്ക് മുറിക്കൽ, പൂമുടൽ നേർച്ച, ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വന്ന് ഇതിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. അതുപോലെ സ്നേഹങ്ങൾ പ്രസിദ്ധേന്മാരുടെ ഈ വർഷം പെരുന്നാളേറ്റ് നടത്തുന്ന വിശുദ്ധ പെരുന്നാളേറ്റ് നടത്തുന്ന പ്രസിദ്ധേന്മാരുടെ മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ തീരുമാനപ്രകാരം നമ്മൾ ഈ വർഷം തിരുനാൾ നടത്തുന്നുണ്ട്. പക്ഷേ പള്ളിയിനകത്ത് മാത്രം ഒതുങ്ങുന്ന രീതിയിലായിരിക്കും നമ്മുടെ തിരുനാൾ. തിരുക്കർമ്മങ്ങൾ മാത്രമായിട്ടുള്ളതായിരിക്കും നമ്മുടെ തിരുനാൾ എന്നാണ് ഈ വർഷത്തെ പ്രസിദ്ധേന്മാർ തീരുമാനിച്ചിരിക്കുന്നത്. ഡേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 20 എന്നായിരുന്നു. പക്ഷെ നമുക്ക് തിരികെ ഒരുങ്ങാൻ സമയം വേണമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരാഴ്ച കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. ഒരുങ്ങാനുള്ള സമയം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സെപ്റ്റംബർ 27-ാം തീയതിയായിരിക്കും നമ്മുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ 14 മുതൽ 22 വരെയായിരിക്കും നവനാട് ദിനങ്ങൾ. സെപ്റ്റംബർ 23 മുതൽ 27 വരെയായിരിക്കും തിരുനാൾ ദിനങ്ങൾ. വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ആഴ്ചയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏതായാലും സെപ്റ്റംബർ 14 മുതൽ 22 വരെയുള്ള നവനാട് ദിനങ്ങളിൽ രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 5:30 മണിക്ക് കുർബാന ഉണ്ടാകും. 2 കുർബാന വെച്ചിരിക്കുന്നത് നമുക്കറിയാം 100 പേർക്കാണ് പള്ളിയിൽ വരാൻ പറ്റുള്ളൂ. വിശുദ്ധ കുരിശിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളവരാണ് നിങ്ങൾ. ചിലപ്പോൾ നേർച്ച നടന്നിട്ടുണ്ടാകാം, നവനാട് കുർബാനയിൽ പങ്കെടുക്കാമെന്ന് നേർച്ച നടന്നിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 5:30 മണിക്കും കുർബാന വെച്ചിരിക്കുന്നത്. 2 കുർബാനയും നമ്മൾ പ്രത്യേകമായിട്ട് നവനാട് നൊവേന ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ആർക്കെങ്കിലും നവനാട് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകും. പ്രത്യേകിച്ച് കുരിശിൽ നിന്ന്, വിശുദ്ധ കുരിശിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വർഷം അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നവനാട് കുർബാന നൊവേന ഏറ്റെടുത്ത് നടത്തും. കുർബാനയ്ക്ക് സാധാരണ പോലെ 100 രൂപയും നൊവേനയ്ക്ക് 50 രൂപയായിരിക്കും. കുർബാന ഏറ്റെടുത്ത് നടത്തണമെന്നില്ല, നൊവേന മാത്രമായിട്ട് നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താം. കുർബാന നൊവേനയും ഒരുമിച്ച് ഏറ്റെടുത്ത് നടത്താം. അപ്പം നവനാട് ദിനങ്ങളിൽ നമ്മുടെ പള്ളിയിൽ സാധാരണ ചെയ്യുന്നത് പോലെ ആരൊക്കെയാണ് അന്നത്തെ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത്, നവനാടിന് നേതൃത്വം നൽകുന്നത്, അവരായിരിക്കും അന്നത്തെ വായനയ്ക്കും വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കും കാഴ്ചവെപ്പിനും നേതൃത്വം നൽകേണ്ടത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വന്ന് കുർബാനയും നൊവേനയും ഒക്കെ ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കുടുംബയോടും ബാലഭാഗങ്ങളുടെയും മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പം അധികം പേരൊക്കെ നവനാട് ദിവസങ്ങളിൽ വരാൻ പാടില്ല. നമുക്ക് നിയമമനുസരിച്ച് 100 പേരാണ് ദൈവാലയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്പർ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കുർബാനയ്ക്കും ഒരു കുടുംബ യൂണിറ്റിൽ നിന്ന് 5 പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാവിലെ 6:30 മണിക്കുള്ള കുർബാനയ്ക്ക് ഓരോ കുടുംബ യൂണിറ്റിൽ നിന്ന് 5 പേര്, വൈകുന്നേരം
5 പേര്. അപ്പോൾ ഒരു ദിവസം നടന്ന കുർബാനയ്ക്ക് 10 പേർക്ക് ഒരു കുടുംബ യൂണിറ്റിൽ നിന്ന് പങ്കെടുക്കാൻ സാധിക്കും. അതുകൂടാതെ അന്ന് നവനാൾ ഏൽപ്പിച്ചിട്ടുള്ള കുർബാനയും നവനെയും ഒക്കെ ഏൽപ്പിച്ചിട്ടുള്ളവർക്കും പ്രത്യേകമായിട്ട് അതിൽ പങ്കെടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണെന്ന് ഓർമ്മിപ്പിക്കാം. തിരുനാളിൽ കുറച്ച് ദിവസങ്ങളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കുർബാന കഴിഞ്ഞുകൊണ്ട് തന്നെ 8 നോമ്പ് പ്രാർത്ഥന ഉണ്ടായിരിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. നമുക്ക് പരിശുദ്ധയുടെ ജനനത്തിരുനാളിന് മുന്നോടിയാണ് 8 നോമ്പ് പ്രാർത്ഥനയ്ക്കായി മുറ്റേണ്ടി നിൽക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ആമേൻ എന്ന് നമുക്ക് പ്രത്യുദ്ധരിക്കാം. പരിശുദ്ധ ആമേൻ മാതാവേ, അമ്മയുടെ ദൈവമാതൃത്വത്തിന്റെ അഭിഷേകത്താൽ എന്നിലെ മാനുഷികതയെ ദൈവിക മേഖലയിലേക്ക് ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ അമലോത്ഭവത്തിന്റെ അഭിഷേകത്താൽ ദൈവപുത്രന് യോഗ്യമായ വാസസ്ഥലം ഒരുക്കി എൻ്റെ ഹൃദയത്തെ മാറ്റണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പരിശുദ്ധ ത്രിത്വത്തോടുള്ള അമ്മയുടെ സ്നേഹത്തിന്റെ അഭിഷേകം എനിക്ക് തന്നു പരിശുദ്ധ ത്രിത്വം ഉള്ളിൽ വസിക്കുന്ന അനുഭവം എന്നിൽ സജീവമാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ദൈവപുത്രന്റെ മാതാവ് എന്ന മകനീയ പദത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് ദൈവിക ജീവനിലും ദൈവിക സ്വഭാവത്തിലും പങ്കുചേരുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയ്ക്ക് ഈശോയോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് ഈശോയെ ദൈവപുത്രൻ എന്ന് ഏറ്റുപറയുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന വചനത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് ദൈവിക ഇടപെടലുകളും ദൈവിക സന്ദേശങ്ങളും വിവേചിച്ചറിയുവാൻ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയിലുണ്ടായിരുന്ന ജ്ഞാനത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് ദൈവത്തിന്റെ കരുണയും സ്നേഹവും ജ്ഞാനവും എന്നിൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, തിന്മയുടെ മേൽ അമ്മയ്ക്ക് ലഭിച്ച അധികാരത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് സാത്താനെ ബഹിഷ്കരിക്കുവാനും തിന്മയെ ബന്ധിക്കുവാനും എന്നെ ശക്തനാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് തന്ന് അത്യുന്നതിന്റെ ശക്തി എന്നെ പ്രവർത്തനം നിരതമാക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ അനുസരണത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് ദൈവത്തിന്റെ മനസ്സിന് സമ്പൂർണമായി കീഴടങ്ങുന്നതിനുള്ള കൃപ എന്നിൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സ്വർഗീയ മഹത്വത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് സ്വർഗീയ മേഖലയിൽ സ്തുതി പാടുവാനും ദൈവിക പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും എന്നെ പ്രാപ്തനാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുള്ള സ്വർഗാരോപണത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുവാനും സ്വർഗോന്മുഖനായി ജീവിക്കുവാനും അമ്മ എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ ജീവിത യോഗ്യതകളുടെ അഭിഷേകം എനിക്ക് തന്ന് ദൈവമഹത്വത്തിനായി ജീവിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സഹനത്തിന്റെ അഭിഷേകം എനിക്ക് തന്ന് സഹന നിമിഷങ്ങളിൽ ആമേൻ പറയുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് 8 നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രത്യേക നിയോഗങ്ങൾ, നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. അമ്മയുടെ ജനന തിരുനാൾ തൊട്ട് അടുത്ത് എത്തിയിരിക്കുന്ന ദിവസങ്ങളാണ്. ഈ 8 നോമ്പെടുത്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന 3 പ്രത്യേക നിയോഗങ്ങൾ ഈ നിമിഷം നോക്കാം. അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അമ്മ മാതാവേ, ജനന തിരുനാളില് എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി യോഗങ്ങൾ അമ്മ ഏറ്റെടുത്ത് സാധിച്ചു തന്നെ എന്ന വിശ്വാസത്തോടെ സാധിച്ചു.
ഈ നിയോഗങ്ങൾ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ എനിക്ക് സാധിച്ചു തരണമേ. ശിരസ്സുവെച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിന് മുന്നോടിയായുള്ള 8 നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ഉദ്യമങ്ങളിലും പ്രാർത്ഥനകളിലും സമർത്ഥമായി ഉണ്ടാകുമാറാകട്ടെ.